നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമില്ലേ, ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇതുപോലെ നിങ്ങളിത് തലയിൽ തേച്ചൊന്ന് കഴുകിക്കുകയും മുടി നല്ല രീതിയിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറുകയും ചെയ്യും കേട്ടോ. കുട്ടികൾക്കും തേക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തോ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചെമ്പരത്തിയുടെ പൂ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെമ്പരത്തിയുടെ പൂ, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില പിള്ളേർക്കൊക്കെ, ചില പിള്ളേർക്കൊക്കെ തലമുടിയിൽ മുടിക്കായ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ മുടിക്കായ പോകാൻ നല്ലതാണ് ഈ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ലാണ്ട് മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. അപ്പം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉലുവയില്ലേ, ഉലുവ ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താരം മാറാൻ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് ഉലുവ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഇല, നിങ്ങൾ പൂ പറിക്കുമ്പം 2-3 ചെമ്പരത്തിയുടെ ഇല കൂടി പറിച്ചോട്ടോ. എന്നിട്ട് അത് കീറിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട്, ചെറിയ മുടികൾ കിളിർക്കാനായിട്ട് തലയോട്ടിയിൽ അത് ഈ ഒരു റോസ്മേരി നല്ലതാണ്. ഈ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഈ കറ്റർവാഴയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1-2 തണ്ട് കറ്റർവാഴയുടെ ചെറിയൊരു പീസ് ഇങ്ങനെ മുറിച്ചിടുന്നത് നല്ലതാണ്. പിന്നുണ്ടല്ലോ, കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു അര സ്പൂണോളം വരുന്ന രീതിയിൽ കരിഞ്ചീരകം കൂടെ ഇട്ട് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കരിഞ്ചീരകം നല്ല മുടിക്കുകയും കാലനരയൊക്കെ ഉള്ളവർക്ക് തടയാൻ നല്ല കരിഞ്ചീരകം. അത് മാത്രമല്ല, ഈ കരിഞ്ചീരകം നമ്മൾ എണ്ണയിലൊക്കെ വെറുതെ ഇട്ട് വെക്കുവാണെങ്കിലും നരയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കരിഞ്ചീരകം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ലാഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും മെസ്സഞ്ചറിൽ ഇട്ടുതരാം കേട്ടോ. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിലോട്ട് വരുവാണെങ്കിൽ ലിങ്ക് ഇട്ടുതരാവേ. കരിഞ്ചീരകം അതുപോലെ തന്നെ റോസ്മേരി ലീഫും 1/2 കിലോ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന 50 ഗ്രാമിന് 100 ഗ്രാമിനൊക്കെ 100, 150, 200 രൂപയൊക്കെ വെച്ച് കൊടുക്കണം. ഇത് 1/2 കിലോ വാങ്ങുന്നതിന് ആ ഒരു റേറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിലോട്ട് വരാം കേട്ടോ. യൂട്യൂബിൽ പിള്ളേരെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ ഉണ്ട്. നിങ്ങൾ അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരം വെട്ടി തിളപ്പിക്കണം. വെട്ടി തിളപ്പിക്കുമ്പോൾ ആ ചെമ്പരത്തിയുടെ ഇലയും നമ്മുടെ എല്ലാത്തിൻ്റെ കൂടെ സത്ത് ഇളകി കഞ്ഞിവെള്ളത്തിന് റോസ് കളറായി കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. നല്ലൊരു ഞോളപ്പോടിട്ടുള്ള വെള്ളം കിട്ടും. ഈ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വൈറ്റമിനിയുടെ ക്യാപ്സൂളൊക്കെ വേണമെങ്കിൽ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട, ഇന്ന് എടുത്തിട്ട് വേണമെങ്കിൽ നാളത്തേക്ക് ബാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളത് വെളിയിൽ വെച്ചാൽ മതി. ഇന്നും തേക്കാം, ബാക്കി നാളത്തേക്ക് ഇരിക്കും. നാളത്തേക്ക് ഇരിക്കുമ്പോൾ ഇച്ചിരി ജെല്ലി പോലെ കട്ടയായിട്ടിരിക്കുന്നുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല കട്ടയായിട്ടിരിക്കും. ആ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങളത് മിക്സിയുടെ ജാറിൽ കറക്കിയിട്ടായിട്ട് എടുക്കാവുള്ളൂ. ആ കറക്കി എടുക്കുമ്പം ഒരു ചുവന്നുള്ളി ഇട്ടിട്ട് വേണം കറക്കി എടുക്കാനായിട്ട്. ചുവന്നുള്ളി ഇടുമ്പം നല്ല നീർക്കെട്ടൊന്നും വീഴത്തില്ല. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ എടുത്തോ. കുളിക്കുന്നതിനൊക്കെ തൊട്ട് മുൻപ് തല വെറുതെ കഴുകിവിടാം. വേണമെങ്കിൽ സോപ്പ് ചെറുതായിട്ടൊന്നും ഇട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഷാമ്പു ഇടാതെ ഇരുന്നാൽ മതി കേട്ടോ. നല്ലൊരു മുടി വളരും. മുടിക്ക് നല്ല കൊഴിച്ചിലും മാറും. മുടി വളരാനൊക്കെ ആയിട്ടും ബെസ്റ്റായത് ഇങ്ങനെ തലയിൽ തേക്കുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ തേച്ചാലും കുഴപ്പമില്ല. കരിഞ്ചീരകമൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചതുകൊണ്ട് നീർക്കെട്ടൊന്നും വീഴത്തില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കരിഞ്ചീരകവും റോസ്മേരി ലീഫും നിങ്ങൾക്ക് വൈറ്റമിൻ ക്യാപ്സൂൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ ഒരുവേണമെങ്കിൽ ലിങ്ക് ഇട്ടുതരാം. ഈ വീഡിയോയുടെ താഴെ എനിക്ക് ലിങ്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. FBയുടെ താഴെ ലിങ്ക് ഇടാൻ പറ്റത്തില്ല. മെസ്സഞ്ചറിലും യൂട്യൂബിലാണ് ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, കയറി വാങ്ങിച്ചോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് വീഡിയോസിനായിട്ട് ഇതുവരെ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ കയറി വാങ്ങുന്ന പിള്ളേരല്ലൊക്കെ ഉണ്ടെങ്കിൽ FBന്നാണ് കയറണമെങ്കിൽ ആ ചാനൽ സബ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഇതുപോലത്തെ ടിപ്സ്, ഇതുപോലത്തെ ലിങ്കുകളെല്ലാം ആ വീഡിയോയുടെ താഴെ ഇടാറ്. അപ്പം കയറുമ്പം സബ് ചെയ്യാം കേട്ടോ.